കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരും കർത്തൃദാസന്മാരുമായ നിങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചെതറിപ്പാർത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവേഷ്ടം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുകയും അതിന് ദൈവവചനം ഏറ്റവും ഉപകരിക്കുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും വചനകേൾവി ആനന്ദത്തോടെ ആസ്വദിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുമുമ്പാകെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി നമുക്ക് ജീവിക്കാൻ ദൈവം തരികയാണല്ലോ. ഇന്നത്തെ ദിവസം ധന്യമാകട്ടെ, ചെയ്യുന്നതെല്ലാം നിവൃത്തിയാകട്ടെ, അത് ദൈവത്തിന് പ്രസാദമാകട്ടെ. ഒരു വിധത്തിലും ശത്രു നമ്മളെ തകർക്കാതിരിക്കട്ടെ. ദൈവേഷ്ടം മാത്രം ചെയ്ത് ജീവിപ്പാനുള്ള കൃപകൾ നമുക്ക് തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യട്ടെ. അതിന് ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം ഉപകരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കൂടെ രാജാതി രാജാവിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് കടക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 56 8 വാക്യം ഒത്തിരി സുപരിചിതമുള്ള, ചിലപ്പോൾ അനുദിന ചിന്തയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നെൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു വാക്യം, പരിചിത വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് ദൂതായി പറയാൻ ആഗ്രഹിക്കുന്നു. 56 സങ്കീർത്തനം 8 വാക്യം. ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കുന്നു, അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഭക്തനായിരിക്കുന്നൊരു മനുഷ്യൻ തൻ്റെ ആത്മകഥം വിശ്വാസത്തോടെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് പറയുന്നു. 1, ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. 2, എൻ്റെ കണ്ണീരെല്ലാം ദൈവം തുരുത്തിയിലാക്കി വയ്ക്കുന്നു. 3, അതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു. കുറച്ച് ഏഴയകറ്റി ആ ഉള്ളിലെ കാര്യങ്ങൾ നല്ല ഭാഷയിൽ നാം ഒന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. ഉഴൽച്ചകൾ എന്ന വാക്ക് ഒരപരിചിത വാക്കാണ്. പറയുമ്പോൾ നമ്മൾ പറയുമെങ്കിലും എന്താണ് ഉഴൽച്ച എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതങ്ങനെയാണ്. വേദപുസ്തകത്തിലെ ചില വാക്കുകൾക്ക് അഗാധമായ അർത്ഥം കൊടുക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഉഴൽച്ചകൾ എന്ന വാക്ക് അറിയില്ലെങ്കിലും നമ്മൾ വായിച്ചു വിടും, ചിലപ്പോൾ മനഃപ്പാഠമാക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. എന്താണ് ഉഴൽച്ചകൾ എന്ന് പറയുന്നത്? ശരിക്കും അതിൻ്റെ ഒരു പ്രയോഗം എയിംലെസ്, ലക്ഷ്യം തെറ്റിപ്പോവുക. ലക്ഷ്യം തെറ്റൽ നിമിത്തമുണ്ടാകുന്ന അലഞ്ഞുതിരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടുമായിരിക്കും. ഉഴൽച്ചകൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യം നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നു. ആ പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് നടക്കുന്നു. ഒരു ലക്ഷ്യമുണ്ടല്ലോ ജീവിതത്തിന്. രാവിലെ വാഹനം എടുത്തുകൊണ്ട് കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കാർ പോർച്ചിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ചിലപ്പോൾ നിങ്ങൾ കാറിനകത്ത് ഇരുന്നുകൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇന്ധനം നിറച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്യമുണ്ടല്ലോ. എങ്ങോട്ടോ നിങ്ങൾ പോവുമല്ലേ, ചുമ്മാ അങ്ങ് അലഞ്ഞുതിരിയാൻ പോവുമല്ലോ. പുറത്തേക്ക് ഇറങ്ങുമല്ലേ. കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിക്ക്, ജോലിക്ക് പോകുന്ന ജോലിക്കാരന്, ശുശ്രൂഷയ്ക്ക് പോകുന്ന കർത്തൃദാസന്, ബിസിനസ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സുകാരന്, വ്യാപാരിക്ക്, വ്യവസായിക്ക്, എല്ലാവർക്കും അതതിൻ്റേതായ ലക്ഷ്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ലക്ഷ്യമുണ്ട്. കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടി ഇല്ലാത്ത കാശുണ്ടാക്കി നല്ലൊരു പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പോകുന്ന കുട്ടിക്കും വിടുന്ന പേരൻസിനും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. പക്ഷെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ലക്ഷ്യം തെറ്റിക്കുന്ന ഒരു ശത്രു, ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അതറിയാതെ അല്ലല്ലോ ജീവിക്കുന്നത്. കുടുംബജീവിതത്തിലാകട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, ആത്മീക ജീവിതത്തിലാകട്ടെ, ലക്ഷ്യം തെറ്റിക്കുക. ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകന്മാരുടെയും കർത്താവ് സ്ഥാപിച്ച സഭയുടെയും സത്യസുവിശേഷത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെയൊക്കെ ലക്ഷ്യം മനുഷ്യരെ കൃത്യമായി നടത്തി ലക്ഷ്യത്തിലെത്തിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കർത്താവേ നീ ദൈവത്തിൻ്റെ നേർവഴികൾ പഠിപ്പിക്കുന്ന നേർവഴി, ആ നേർവഴി ഒരു ലക്ഷ്യത്തിലെത്തും. ദൈവത്തിന്, നല്ല മനുഷ്യർക്ക്, സുവിശേഷത്തിന്
പരിശുദ്ധാത്മാവിന് ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ സന്ദേശങ്ങളുടെ ലക്ഷ്യം മനുഷ്യനെ ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിലെത്തിക്കുക. എന്നാൽ ഇവിടെ ഒരു ഓപ്പോസിറ്റ് എനർജിയുണ്ട്, പൈശാചിക ശക്തി. അത് ചില മനുഷ്യനിലൂടെയും സാത്താൻ്റെ ശക്തികളിലൂടെയും ദുർഭൂതങ്ങളിലൂടെയും ഒക്കെ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ പൈശാചിക ടെൻഡൻസിയുടെ ഉദ്ദേശം ഏത് വിധത്തിലും ലക്ഷ്യം തെറ്റിക്കുക, ദൈവത്തോട് അടുക്കാതിരിക്കുക, സ്വർഗത്തിലെത്തിക്കാതിരിക്കുക, വീട്ടിൽ കയറ്റാതിരിക്കുക, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഇതൊക്കെ ലക്ഷ്യം തെറ്റൽ. ഇവിടെ ഈ സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ലക്ഷ്യം തെറ്റലുകൾ, ഉഴൽച്ചകൾ എന്ന വാക്കിനെ കുറച്ചുകൂടെ നമ്മൾ മലയാളവൽക്കരിച്ച് ഭംഗിയാക്കി അറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ലക്ഷ്യം തെറ്റലുകൾ അതൊക്കെ എൻ്റെ ദൈവത്തിന് അറിയാം. ഞാൻ എവിടെ വെച്ച് ലക്ഷ്യം തെറ്റി, എന്തുകൊണ്ട് തെറ്റി, എനിക്കെവിടാണ് വീഴ്ച പറ്റിയത്, ഞാൻ എവിടെ നിന്നാണ് തിരുഹിതമില്ലാതെ തിരിഞ്ഞത്, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പലരോടും ചോദിക്കുന്നത്, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവദാസനെ ഒന്ന് പറയാമോ, ഞങ്ങൾക്ക് എന്താ പറ്റിയത്, ഈ കൊച്ചിനെന്താ പറ്റിയത്, എവിടാണ് തിരിഞ്ഞത് അറിയില്ല. പക്ഷെ അറിയുന്ന ഒരുവനുണ്ട്, എവിടെ വെച്ച് നമുക്ക് തകർച്ച ആരംഭിച്ചു. അതിൻ്റെ ഈ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ചെന്നപ്പോഴറിയുന്നത് 4th സ്റ്റേജിലായിരുന്നു. 3 സ്റ്റേജുകൾ കഴിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ലക്ഷ്യം തെറ്റി പിന്നെ ഓടും. ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെയും കറങ്ങുന്നത് പോലെ കുറേയും കൂടി ഓടും. ഇപ്പം നമുക്കറിയില്ല 50 ലക്ഷം രൂപ 30 ലക്ഷം രൂപ കടം വന്ന് കഴിയുമ്പോൾ അയ്യോ കടം വന്നു പൊട്ടി നമ്മൾ. പക്ഷെ ഇതിൻ്റെ തുടക്കം 7 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ഇതിൻ്റെ തുടക്കം ചിലപ്പോൾ ഇന്നേക്ക് 2.5 കൊല്ലം മുമ്പായിരിക്കാം. ഇന്ന കാര്യത്തിൽ ഇടപെട്ടപ്പോഴായിരിക്കാം. അത് നമ്മൾ അറിയുന്നില്ല. കതിരെ കൊണ്ടെന്ന് വളം വയ്ക്കുക പലരും. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, എവിടെയാണ് എനിക്ക് തെറ്റിയത്, എവിടെയാണ് ഞാൻ ലക്ഷ്യം തെറ്റി, എവിടെ നിന്നാണ് കൈവഴിയായി തിരിഞ്ഞത്, അതെനിക്കറിയില്ല. അതറിയുന്ന ഒരുവനേ ഉള്ളൂ. അവനറിയാം എവിടെ വെച്ചാണ് നാം ഉഴലാൻ തുടങ്ങിയത്, ലക്ഷ്യം തെറ്റാൻ തുടങ്ങിയത്, അലഞ്ഞു തിരിച്ചൽ ആരംഭിച്ചത്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അലഞ്ഞു തിരിയുന്നുണ്ടോ? അലഞ്ഞു തിരിയാന്ന് പറഞ്ഞാൽ ഒരു മുഷിഞ്ഞ മുണ്ട് കൊടുത്തുകൊണ്ട് കടത്തന്നെ കൂടെ നടക്കുന്ന കാര്യമല്ല. എന്ത് ചെയ്യാൻ ഇറങ്ങിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു, അവരോട് ചോദിക്കുന്നു, ഇവരോട് ചോദിക്കുന്നു, അയ്യോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാക്യത്തിനകത്ത് അതിൻ്റെ പൂർണ്ണതയൊന്നും എഴുതിയിട്ടില്ല. അലഞ്ഞ് തിരിയുന്ന അഥവാ ഉഴൽച്ചകളിലൂടെ ജീവിക്കുന്ന, എയിംലെസ്സായി പോകുന്ന, ഉന്നം തെറ്റിപ്പോകുന്ന, ജീവിതം കൃത്യ പോയിന്റിൽ വീഴുന്ന എന്ത് സുഖമെന്നറിയാമോ? നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ കൃത്യം ലക്ഷ്യത്തിലേക്ക് പോകും. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ജയിക്കും. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങനെ ലക്ഷ്യം കയറി പോവാ. പക്ഷെ എവിടെയോ ലക്ഷ്യം തെറ്റുന്നു. നമ്മൾ 5 പ്രാവശ്യം പോയിട്ടും നമുക്ക് അപ്പുറം കടക്കാൻ പറ്റുന്നില്ല. ഉഴലുകയാണ് ബ്രദർ, സിസ്റ്റർ, ഉഴലുകയാണ്. ആ വാക്ക് നിങ്ങൾ ഹർട്ട് ചെയ്യരുത്. നിങ്ങളെ സത്യം ഗ്രഹിക്കണം. ആരെങ്കിലും ഇത് കേൾക്കുന്നവർ അലഞ്ഞു തിരിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് അലഞ്ഞു തിരിയുക എന്നുള്ള വാക്ക് നിങ്ങൾ ഭിക്ഷക്കാരനെ പോലെ, യാചകനെ പോലെ നിങ്ങൾ ഈ നാട്ടിലൂടെ കൈ നീട്ടി നടക്കുന്നു എന്നല്ല അർത്ഥം. ആത്മീകമായി എങ്ങും എത്തുന്നില്ല, ഒന്നും നടക്കുന്നില്ല. 2-3 കൊല്ലമായിട്ട് ഒന്നും നടക്കുന്നില്ല. ആണോ? ആണെങ്കിൽ നിങ്ങൾ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിൽക്കണം പ്ലീസ്. ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആണല്ലോ നമ്മളീ പലരും. 12ാമത്തെ ദിവസമാണ്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് ഇതെല്ലാം ബോധ്യമാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കർത്താവിൻ്റെ കാൽക്കൽ കിടക്കണം, പറയണം, എൻ്റെ അലഞ്ഞ തിരിച്ചിൽ ഒന്ന് അവസാനിപ്പിക്കണം. ഇസ്രായേൽ മക്കൾ 40 കൊല്ലം മരുഭൂമിക്കണ അലഞ്ഞു തിരിഞ്ഞെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മേഘത്തിൻ്റെ കീഴിലാണ് മന്ന കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ വട്ടം ചുറ്റി നടക്കുകയെന്ന്, ലക്ഷ്യത്തിലെത്തുന്നില്ല. പലരും ലക്ഷ്യത്തിലെത്തിയുമില്ല. പ്ലീസ്, ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം, അതറിയുന്ന ദൈവം, അത് പുസ്തകത്തിൽ നോട്ട് ചെയ്യുന്ന ദൈവം, അതിൻ്റെ പുറകിലെ കണ്ണുനീർ അറിയുന്ന ദൈവം. ഉഴലാൻ തുടങ്ങിയാൽ കണ്ണീര് ആരംഭിക്കും. ജീവിതത്തിൽ കണ്ണീര് തോരില്ല.
കരഞ്ഞ് കരഞ്ഞ് എന്നും കലങ്ങി നടക്കും. തലയിണ കടനീര് കൊണ്ട് നനയും. ഒറ്റയ്ക്കിരുന്ന് കനയും. നടക്കുമ്പോഴൊക്കെ കരയും. വണ്ടി ഓടിക്കുമ്പോൾ കണ്ണുനീര് പാറിപ്പറക്കും. കാരണം ഉഴലുകയല്ലേ. ഉഴലുന്നവന് ചിരിക്കാൻ പറ്റുമോ? ഉഴലുന്നവന് സന്തോഷിക്കാൻ പറ്റുമോ? എന്നും കരച്ചിൽ മാത്രം. അളന്ന് തുരുത്തിയിൽ വയ്ക്കത്തക്ക രീതിയിൽ കണ്ണുനീർ. ഈ കണ്ണുനീര് വറ്റണമെങ്കിൽ ഈ അലഞ്ഞുതിരിയൽ തീരണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് പൗഡർ ഇട്ട് തലമുടിയും ചീകി വരുന്ന കണ്ടാൽ ആർക്കും പിടികിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം പോകുന്നതൊന്നും ശരിയാകുന്നില്ല, ചെല്ലുന്നിടത്തൊന്നും ഒക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കട്ടെ. അലഞ്ഞു തിരിയൽ, ഉഴൽച്ച ദൈവത്തിനറിയാം, വേറെ ആർക്കും അറിയില്ല. നമുക്കറിയില്ല എവിടെ വെച്ചാണ് പാളം തെറ്റിയതെന്ന്. അതാണ് ജീവിതത്തിൻ്റെ പ്രശ്നം. തീവണ്ടി പാളം തെറ്റിയാൽ ആ സ്പോട്ട് കണ്ടുപിടിക്കാം. ഒരു അപകടം നടന്നാൽ ഒരു ആൾ വെള്ളത്തിൽ പോയി പെരുവെള്ളത്തിൽ പോയാൽ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാം. അതിനൊക്കെ വിദഗ്ധരുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ ഉഴൽച്ചകൾ ആരംഭിച്ചത് എപ്പോഴാണ് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഉഴലുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട് കേട്ടോ. അലഞ്ഞുതിരിയൽ തീരും, ലക്ഷ്യം തെറ്റൽ മാറും, കർത്താവ് ട്രാക്കിലേക്ക് കൊണ്ടുവരും, ലക്ഷ്യത്തിലെത്തിക്കും. അതുകൊണ്ട് ഒരല്പം ഫീലിങ്ങിലാണ് ഞാൻ പറയുന്നത്. ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇത് ലാസ്റ്റ് വീക്കിലേക്ക് വരിക. കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കണം. 2-3 ദിവസം അവധിയെടുത്ത് വീട്ടിലിരുന്ന് ഓൺലൈനിലാണെങ്കിലും കാണും. അലഞ്ഞുതിരിയൽ തീരട്ടെ, ഉഴൽച്ചകൾ അവസാനിക്കട്ടെ. പറ്റുമെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരാൻ നോക്ക്. അലഞ്ഞ് തിരിഞ്ഞ് ഉഴന്ന് നടക്കുന്ന സ്ഥിതിക്ക് ഭേദം വരട്ടെ. ഒരു പര്യവസാനം ഉണ്ടാകട്ടെ. ഈ കണ്ണീര് വറ്റട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ലക്ഷ്യം തെറ്റിപ്പോകുന്നത് പോലെ ജീവിതത്തിൽ അത്രയ്ക്ക് അലഞ്ഞ് തിരിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് അപ്പാ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിനൊരു പരിഹാരം വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസത്തെ പ്രത്യേക ദൂതായിരിക്കട്ടെ ഇത്. ബിസിനസ് നടത്തി, വിദേശത്ത് പോയി, പല പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ തീരുന്നില്ല. ആ ഉഴൽച്ചകൾ തീരുന്നില്ല. നാഥാ, വസ്തു വിറ്റും ജീവിതം തന്നെ പണയപ്പെടുത്തിയും അങ്ങനെയൊക്കെ ഇതൊന്ന് അവസാനിപ്പിക്കാൻ, ഈ അലഞ്ഞതിരിയൽ തീർക്കാൻ, ഒരു സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവരെ അറിയുന്നല്ലോ. അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കരുതിയേക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.